chill your bill. I'm cool, chill your bill. ना इस कंगन की खनकार से, ना हीरो के व्यापार से, सोने और चांदी की चमकार से, हम संपूर्ण हुए हैं आपके प्यार से, आपके प्यार से. ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുത്തത് ഏകദേശം 2 വർഷം മുന്നേ ആണ് കേട്ടോ. ഇപ്പോൾ 2026 ആണെങ്കിൽ 2024 ഏപ്രിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബാംഗ്ലൂരാണ് സ്ഥലം. ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതരത്ന സർ എം വിശ്വേശ്വരയ്യയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച മ്യൂസിയമാണ് വിശ്വേശ്വരയ്യയുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയമാണ് കേട്ടോ. ഇത് 4000 ചതുരശ്ര മീറ്റർ, ഏകദേശം 43,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 4 നിലകളിലായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഗപ്പൺ പാർക്കിൽ ആണ് ഈ മ്യൂസിയം പണിതിട്ടുള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു ഗൈസ്. ഇവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് പാരൻസും ചിൽഡ്രൻസും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സും ചിൽഡ്രൻസും അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് അഡൾട്ട്സിനും പറ്റിയ നല്ലൊരു സയൻസ് എക്സിബിഷനാണ്. ഇലക്ട്രോണിക്സിനെയും പറ്റിയും ഇലക്ട്രോണിക്കലിൻ്റെ വർക്കിനെ പറ്റിയൊക്കെയാണ് ഗൈസ് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് വളരെ ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസും കുറേ ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ നമ്മൾ വളരെ അധികം ആസ്വദിക്കുകയും നമ്മൾ നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കാറ്റാടി യന്ത്രമാണ്. കാറ്റാടി യന്ത്രത്തിൻ്റെ പ്രവർത്തനമാണ് കേട്ടോ ഗൈസ് ഇവിടെ കാണിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഞെക്കിയൊക്കെ നോക്കുകയാണ്, അതിൻ്റെ സ്വിച്ചൊക്കെ അമർത്തി നോക്കുകയാണ്. അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വേറെന്തോ യന്ത്രമാണ് കേട്ടോ. ഇത് വേറൊരു ആക്ടിവിറ്റീസാണ് ഗൈസ്. അപ്പോൾ ഇത് കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം പ്രവർത്തിക്കുന്നത് ഇവിടെ വിവിധ തരത്തിലുള്ള ശാസ്ത്ര പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഗൈസ്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ശാസ്ത്ര പരീക്ഷണങ്ങളും വിവിധ തരത്തിലുള്ള യന്ത്രങ്ങളും തുടങ്ങിയവ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് 1962 ജൂലൈ 14 ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. ഇതിന് വൈദ്യുതി എന്ന തീമിലുള്ള ആദ്യ ഗാലറി പ്രവർത്തിച്ചു തുടങ്ങിയത് 1965 കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ കൂടുതലും പാരൻസും ചിൽഡ്രൻസും അങ്ങനെയുള്ളവരൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ ആക്ടിവിറ്റീസാണ് കേട്ടോ ഗൈസ്. ഞാൻ സിപ്പിൻ്റെ യന്ത്രം പ്രവർത്തിപ്പിക്കുകയാണ് ഗൈസ്. ഇത് നമ്മുടെ ബാഗിനും അതുപോലെ തന്നെ പാൻസിനൊക്കെ സിപ്പ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു യന്ത്രമാണ്. ഇത് വേറെ എന്തോനാണ്, പക്ഷെ എനിക്ക് ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനമാണ് കേട്ടോ ഇത് ഗൈസ്. അപ്പോൾ ഇതിനുള്ള വ്യക്തമായ അറിവൊന്നും എനിക്കില്ല, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പറ്റാത്തത് കേട്ടോ. ഇത് പേന, നമ്മൾ എഴുതുന്ന പേനയില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ടിക്കായിട്ടുള്ള പേന, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വർക്കാണ് കേട്ടോ ഗൈസ്. ഇത് എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. സാറ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അധികം കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്, കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാന്ദ്രയാനിലത്തെ കുറേ
നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇല്ലേ, അവരൊക്കെയായിട്ടുള്ള ഒരു പ്രതിമകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ഗെയിംസും ആക്ടിവിറ്റീസാണ്. ഗെയിംസ് അല്ല കേട്ടോ, ആക്ടിവിറ്റീസാണ്. ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാ നമ്മുടെ മങ്കി. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഇവിടെ. നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഇതാണ് ബാംഗ്ലൂർ നഗരത്തിലെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഗൈസ്. ഒന്നല്ല, കുറേ ബിൽഡിംഗ് ഉണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടിൻ അമർത്തണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ഒക്കെ ചെയ്തോളൂ, ഇഷ്ടമായോ ഇല്ലെന്ന്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ലവിങ് ആൻഡ് ബൈ.